ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ സ്റ്റോറി സാഗ. കുട്ടിയായാൽ ഒരു ഗ്രാമത്തിലെ ഒരു കൂട്ടുകുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു ലൈല. ആ വീട്ടിലെ മറ്റെല്ലാ കുട്ടികളും ആൺകുട്ടികളാണ്. അതായിരുന്നു ലൈലയുടെ ദുഃഖവും. അവളുടെ അച്ഛനും അമ്മയും മാത്രമാണ് ലൈലയെ ലാളിച്ചത്. മറ്റുള്ള ആൺകുട്ടികൾ ലൈല അവരുടെ കൂടെ കളിക്കാൻ ചെല്ലുമ്പോൾ കളിയാക്കിക്കൊണ്ട് പറയും, അയ്യോ നീ പെൺകുട്ടിയല്ലേ, പെൺകുട്ടി ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ വരണ്ട. ഇത് കേൾക്കുമ്പോൾ ലൈലയ്ക്ക് സങ്കടം വരും. ആൺകുട്ടികൾ അവളോട് തല്ലുകൂടുമ്പോൾ അച്ഛമ്മ പറയും, നീ പെൺകുട്ടിയാണ്, അടങ്ങി നിൽക്ക്. ഇതെല്ലാം കേൾക്കുമ്പോൾ ലൈലയ്ക്ക് പെൺകുട്ടിയായി ജനിച്ചതിൽ വിഷമം തോന്നും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലൈല മറ്റുള്ള കുട്ടികൾ കളിക്കാൻ കൂട്ടാത്തതിൽ വിഷമിച്ച് മുറ്റത്തുകൂടെ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. മുറ്റത്തിന് നടുവിലായി ഒരു കുളമുണ്ട്. പെട്ടെന്നാണ് കുളത്തിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നത്. അവൾ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. നോക്കിയപ്പോൾ അവളുടെ ഇളയച്ഛൻ്റെ 1 വയസ്സുള്ള കുട്ടി കുളത്തിൽ വീണ് മുങ്ങിയും താണും പൊങ്ങുന്നതാണ് കണ്ടത്. അവൾ ഉറക്കെ നിലവിളിച്ചു, അയ്യോ ഓടിവരണേ, കുഞ്ഞു കുളത്തിൽ വീണു. ഇത് കേട്ട് വീട്ടിലുള്ളവർ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷിച്ചു. കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ലൈലയോട് നന്ദി പറഞ്ഞു. നല്ല കാര്യമാണ് മോള് ചെയ്തത്. നീ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് കുഞ്ഞു രക്ഷപ്പെട്ടു. ഈ വീട്ടിലെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നീ ചെയ്തത്, മിടുക്കി. ഇത് കേട്ടപ്പോൾ ലൈല അഭിമാനത്തോടെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി ഒരിക്കലും പെണ്ണായി പിറന്നതിൽ ഞാൻ ദുഃഖിക്കുകയില്ല. പെൺകുട്ടികൾക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഇത് കേട്ട് അവളെ കളിയാക്കി നടന്ന ആൺകുട്ടികൾ ലജ്ജിച്ചു തല താഴ്ത്തി. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.